Hi friends, welcome to eureka. നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഫൈനൽ, ഫൈനലി, ഫൈനലൈസ് ഇത് തമ്മിലുള്ള ഡിഫറൻസ് എന്തൊക്കെയാണെന്നാണ്. അപ്പോൾ മിക്ക ഇൻ്റർവ്യൂസിനും അതുപോലെ തന്നെ നമ്മുടെ എക്സാമിൻ്റെ ക്വസ്റ്റ്യനും ഇത് കോമൺ ആയിട്ട് കണ്ടുവരാറുണ്ട്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. അപ്പോൾ ഫസ്റ്റ് പോയിന്റ്, ഫൈനൽ എന്ന് വെച്ചാൽ അതൊരു കീവേഡാണ്. അതെല്ലാവർക്കും അറിയാം, ഫൈനൽ ഒരു കീവേഡാണ്. ഇനി ഫൈനലിയുടെ കേസ് എടുക്കുകയാണെങ്കിൽ ഫൈനലി ഒരു ബ്ലോക്കാണ്. അപ്പോൾ നിങ്ങൾ ചോദിക്കും ഫൈനലി ഒരു കീവേഡ് അല്ലേ എന്ന്. ഫൈനലിനെ പോലെ തന്നെ ഫൈനലി നമ്മൾ ഇൻഡിവിജ്വൽ ആയിട്ട് എടുക്കുകയാണെങ്കിൽ അതൊരു കീവേഡ് തന്നെയാണ്. പക്ഷെ നമ്മൾ ഫൈനലി എപ്പോഴും എഴുതുന്നത് എങ്ങനെയാണ്? ഫൈനലിയുടെ കൂടെ ഒരു ഓപ്പണിംഗ് ക്ലോസിംഗ് കേർലി ബ്രേസസ് ഇടാറുണ്ട്, ശരിയല്ലേ? അതുകൊണ്ട് ഫൈനലി ഒരു ബ്ലോക്കാണ്. പിടികിട്ടിയല്ലോ. അതുപോലെ തന്നെ ഫൈനലൈസ് എന്ന് പറയുന്നത് ഒരു മെത്തേഡാണ്. മനസ്സിലായല്ലോ? ഒറ്റയ്ക്ക് ഇൻഡിപെൻഡൻ്റ് ആയിട്ട് നിൽക്കുകയാണെങ്കിൽ ഇതെല്ലാം കീവേഡ്സ് തന്നെയാണ്. പക്ഷെ അല്ലാതെ നമ്മൾ ഇത് പ്രോപ്പറായിട്ട് യൂസ് ചെയ്യുമ്പോൾ ഇതൊരു കീവേഡാണ് ഫൈനലി എന്ന് പറയുന്ന ഒരു ബ്ലോക്കാണ്. ഫൈനലൈസ് ഒരു മെത്തേഡാണ്. ഓക്കെ, മെത്തേഡിൻ്റെ സ്ട്രക്ചറിലാണ് ഫൈനലൈസ് എഴുതുന്നത്. ഇനി നെക്സ്റ്റ് ഡിഫറൻസ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഫൈനൽ നമ്മൾ ക്ലാസിൻ്റെ കൂടെ യൂസ് ചെയ്യാറുണ്ട്, വേരിയബിൾസിൻ്റെ കൂടെ യൂസ് ചെയ്യാറുണ്ട്, മെത്തേഡിൻ്റെ കൂടെ യൂസ് ചെയ്യാറുണ്ട്. ഫൈനൽ കീവേഡ് നമുക്കൊരു ഫൈനൽ വേരിയബിൾ ഡിക്ലെയർ ചെയ്യാം, ഫൈനൽ ക്ലാസ് ഡിക്ലെയർ ചെയ്യാം, ഫൈനൽ മെത്തേഡ്സും ഡിക്ലെയർ ചെയ്യാം. ഓക്കെ, പക്ഷെ ഫൈനലി നമ്മൾ എവിടെയാണ് യൂസ് ചെയ്യുന്നത്? ഒന്നുകിൽ ട്രൈ ബ്ലോക്കിൻ്റെ കൂടെ അല്ലെങ്കിൽ ട്രൈ ക്യാച്ച് ബ്ലോക്കിന് ശേഷം. ഓക്കെ, അപ്പോൾ ഫൈനലി നമുക്ക് ട്രൈ ബ്ലോക്ക് എഴുതി കഴിഞ്ഞതിന് ശേഷം എഴുതാം, അതുപോലെ തന്നെ ട്രൈ ക്യാച്ച് എഴുതിയതിന് ശേഷം എഴുതാം. രണ്ട് രീതിയിലും എഴുതാൻ പറ്റും. ഫൈനലൈസ് എന്ന് പറയുന്നത് ഒബ്ജക്ട്സിന്റെ കൂടെയാണ് യൂസ് ചെയ്യുന്നത്. ഇത് ക്ലാസിന്റെയും വേരിയബിളിന്റെയും മെത്തേഡിന്റെയും കൂടെ എങ്ങനെയാണ് ഫൈനൽ ചെയ്യുന്നതെന്ന് ഞാൻ കാണിച്ചു തരാം. അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു എക്സാമ്പിൾ എന്ന് പറഞ്ഞൊരു ക്ലാസ് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്, ഒരു മെയിൻ ഫംഗ്ഷനും. ഓക്കെ, അതിനകത്ത് ഞാനൊരു വേരിയബിൾ ഡിക്ലെയർ ചെയ്യാണ്, ഇൻഡ് ഈക്വൽ ടു 10. ഓക്കെ, എന്നിട്ടിപ്പോൾ നമ്മൾ ഈ എ പ്രിന്റ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് 10 എന്നുള്ള വാല്യൂ ആയിരിക്കും കിട്ടുന്നത്. ഓക്കെ, അപ്പോൾ ഇപ്പോൾ ഇത് ഞാനൊരു വലിയ പ്രോജക്റ്റിൽ വർക്ക് ചെയ്യുകയാണെന്ന് വിചാരിക്കുക. എനിക്ക് 10ന്റെ വാല്യൂ കോൺസ്റ്റന്റ് ആയിട്ട് തന്നെ ഇരിക്കണം. ഇത് ഏത് ഫംഗ്ഷനിൽ പാസ് ചെയ്താലും ഒന്നും ഇതിന് യാതൊരു മോഡിഫിക്കേഷനും വരാൻ പാടില്ല. അങ്ങനെ വരുമ്പോൾ ഇത് ഇൻഡ് ഈക്വൽ ടു 10 എന്ന് ഡിക്ലെയർ ചെയ്തിട്ട് നമ്മൾ പാസ് ചെയ്ത് കഴിഞ്ഞാൽ എവിടെയെങ്കിലും ചെല്ലുമ്പോൾ ഇതിനെന്തെങ്കിലും മോഡിഫിക്കേഷൻ വരാൻ സാധ്യതയുണ്ട്, ശരിയല്ലേ? അപ്പോൾ ഇത് കോൺസ്റ്റന്റ് ആയിട്ട് കിടക്കണം എന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം എന്ന് വെച്ചാൽ ഫൈനൽ കീവേഡ് കൊടുക്കണം. ഓക്കെ, അപ്പോൾ ഫൈനൽ കീവേഡ് കൊടുത്തു കഴിഞ്ഞാൽ ആ വേരിയബിൾ കോൺസ്റ്റന്റ് ആണ്, പിന്നെ അതിന് ഒരു ചേഞ്ചും വരത്തില്ല. ഓക്കെ, ഇപ്പോൾ ഇവിടെ തന്നെ നിങ്ങൾ എ ഈക്വൽ ടു A+10 എന്ന് കൊടുത്തെന്ന് വിചാരിക്കുക. ഓക്കെ, ഇപ്പോൾ ഈ എയുടെ കൂടെ ഒരു 10 നിങ്ങൾ കൂട്ടുകയാണ്. അപ്പോൾ തന്നെ എറർ വന്നു. കാരണം എന്താ? ഫൈനൽ വേരിയബിൾസിനെ ഒരിക്കലും നമുക്ക് മോഡിഫിക്കേഷൻ ഒന്നും വരുത്താൻ പറ്റത്തില്ല. അപ്പോൾ ഫൈനൽ വേരിയബിൾ എന്താണെന്ന് നിങ്ങൾക്ക് മനസ്സിലായല്ലോ. ഇനി നമുക്ക് ഫൈനൽ മെത്തേഡ് എന്താണെന്ന് നോക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ വേറൊരു ക്ലാസ് എഴുതാണ്, ക്ലാസ് എ. ഓക്കെ, ഇനി ഇതിനകത്തൊരു ഫംഗ്ഷൻ എഴുതിയിരിക്കുകയാണ്, വോയിഡ് ഷോ എന്ന് പറഞ്ഞൊരു ഫംഗ്ഷൻ കൊടുത്തു. ഓക്കെ, ഇനി ഞാനിപ്പോൾ ഒരു സബ് ക്ലാസ് എഴുതുകയാണ്, ക്ലാസ് ബി. ഓക്കെ, ഇപ്പോൾ ഈ ക്ലാസ് എയുടെ പ്രോപ്പർട്ടീസ് ഇൻഹെറിറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മൾ എന്താ ചെയ്യുക? എക്സ്റ്റെൻസ് കീവേഡ് കൊടുക്കും അല്ലേ, എക്സ്റ്റെൻസ് ക്ലാസ് എ. ഓക്കെ, ഇതിനകത്ത് ഞാൻ ഈ ഷോ ഫംഗ്ഷന് ഓവർ റൈഡ് ചെയ്യാണ്. അപ്പോൾ വോയിഡ് ഷോ കൊടുത്തു. എന്നിട്ട് ഇതിനകത്ത് ബി ക്ലാസ്സിന് അനുയോജ്യമായ രീതിയിൽ നമുക്ക് ഈ ഫംഗ്ഷനകത്ത് എന്ത് ഇംപ്ലിമെൻറ്റ് ചെയ്യണമെങ്കിലും ചെയ്യാം. ഓക്കെ, അപ്പോൾ ഞാൻ വിചാരിക്കുകയാണ് എൻ്റെ ഈ ഷോ ഫംഗ്ഷനെ ആരും ഓവർ റൈഡ് ചെയ്യേണ്ട. അപ്പോൾ അങ്ങനെ വരുമ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? ഈ ഷോ ഫംഗ്ഷനെ ഫൈനൽ കീവേഡ് കൊടുത്ത് ഡിക്ലെയർ ചെയ്യണം. ഓക്കെ, അതായത് നമ്മുടെ ഈ ഫംഗ്ഷനെ ഫൈനലാക്കി. ഇപ്പോൾ ഇതൊരു ഫൈനൽ മെത്തേഡാണ്. ഫൈനൽ മെത്തേഡ്സിനെ ഒരിക്കലും നമുക്ക് ഓവർ റൈഡ് ചെയ്യാൻ പറ്റില്ല. അതായത് ഇവിടെ ഫൈനൽ കൊടുത്തപ്പോൾ തന്നെ ഇവിടെ എറർ വന്നത് കണ്ടോ? മനസ്സിലായോ? ഇങ്ങനെയാണ് ഫൈനൽ മെത്തേഡ് എന്ന് പറയുന്നത്. അപ്പോൾ ഫൈനൽ മെത്തേഡ്സിനെ നമുക്ക് ഓവർ റൈഡ് ചെയ്യാൻ പറ്റില്ല. ഇനി എന്താണ്? ഇപ്പോൾ ഫൈനൽ ക്ലാസ് എന്താണെന്ന്. ഓക്കെ, അപ്പോൾ ഇപ്പോൾ ഞാൻ വിചാരിക്കുകയാണ് എൻ്റെ ഈ ക്ലാസ്സിനകത്ത് ഇപ്പോൾ ഈ ഷോ കൂടാതെ തന്നെ ഒരുപാട് ഫംഗ്ഷൻസ് ഒക്കെ ഉണ്ടെന്ന് വിചാരിക്കുക. ഈ ക്ലാസ്സിനെ ആരും ഇൻഹെറിറ്റ് ചെയ്യാൻ പാടില്ല. അപ്പോൾ എന്ത് ചെയ്യണം? ഈ ക്ലാസ്സിന് മുമ്പേ ഫൈനൽ കീവേഡ് കൊടുക്കുക. അപ്പോൾ ഇപ്പോൾ ഈ ക്ലാസ് തന്നെ ഫൈനലായി. അപ്പോൾ ഇത് കണ്ടോ, ക്ലാസ് ബി എക്സ്റ്റെൻസ് എ, ഇതിനെ ഇൻഹെറിറ്റ് ചെയ്യാൻ പറ്റാത്തതുകൊണ്ട് അവിടെ ഒരു എറർ വന്നു. പിടികിട്ടിയല്ലോ? അപ്പോൾ എങ്ങനെയാണ് നമ്മുടെ ഫൈനലിനെ ക്ലാസിൻ്റെ കൂടെ വേരിയബിളിൻ്റെ കൂടെ മെത്തേഡിൻ്റെ കൂടെ യൂസ് ചെയ്യുന്നതെന്ന് പിടികിട്ടിയല്ലോ. ഇനി നമുക്ക് ഫൈനലി നോക്കാം. ഫൈനലി എന്ന് പറയുന്നത് ഒന്നുകിൽ ട്രൈ ബ്ലോക്കിൻ്റെ കൂടെ അല്ലെങ്കിൽ ട്രൈ ക്യാച്ച് ബ്ലോക്കിൻ്റെ കൂടെ അങ്ങനെയാണ് യൂസ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ ഫൈനലി എങ്ങനെയാണ് യൂസ് ചെയ്യുന്നതെന്ന് നോക്കാം. അപ്പോൾ ഇപ്പോൾ ഞാൻ ഇത് ഡിലീറ്റ് ചെയ്യാണ്. ഇനി ഫൈനലി എഴുതാം. അപ്പോൾ ഇതിനകത്ത് ഞാനൊരു എക്സെപ്ഷൻ ഒക്കെ ചെയ്യുന്ന കണ്ടീഷൻ എഴുതാണ്. ഇപ്പോൾ ട്രൈക്കകത്ത് ഞാൻ കൊടുക്കുകയാണ്, ഇൻറ്റ് എ ഈക്വൽ ടു 10, ബി ഈക്വൽ ടു 0, ഇൻറ്റ് സി ഈക്വൽ ടു a/b എന്ന് കൊടുക്കുകയാണ്. ഓക്കെ, എന്നിട്ട് ഈ സി പ്രിൻ്റ് ചെയ്യാണ്. അപ്പോൾ എന്താണ്? ഇപ്പോൾ ഇത് നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ അറിയാം, ഇവിടെ ഒരു കോമ കൊടുക്കാത്തതാണ് എറർ വന്നത്. ഇപ്പോൾ ഇത് കാണുമ്പോൾ തന്നെ അറിയാം ഡിവിഷൻ ബൈ 0. അപ്പോൾ അരിത്തമാറ്റിക് എക്സെപ്ഷൻ ഒക്കെ അറിയും, ശരിയല്ലേ? അപ്പോൾ ഫൈനലി നമുക്ക് ട്രൈയുടെ കൂടെ യൂസ് ചെയ്യാമെന്ന് പറഞ്ഞു. അപ്പോൾ നമ്മുടെ ട്രൈ കഴിഞ്ഞപ്പോൾ തന്നെ ഞാൻ ഫൈനലി ബ്ലോക്ക് യൂസ് ചെയ്യുകയാണ്. അപ്പോൾ ട്രൈയുടെയും ക്യാച്ചിൻ്റെയും ഫൈനലിയുടെയും പോസിബിൾ കോമ്പിനേഷൻസ് എന്തൊക്കെയാണെന്നുള്ളൊരു വീഡിയോ ഞാൻ മുമ്പ് ചെയ്തിട്ടുണ്ട്. കാണാത്തവർ കാണാൻ ലിങ്ക് ഐ ബട്ടണിലുണ്ട്. ഓക്കെ, ഈ ഫൈനലിക്കകത്ത് ഞാൻ കൊടുക്കുകയാണ്. ഇപ്പോൾ ഫൈനലി എക്സിക്യൂട്ട് ആവുന്നുണ്ടോ എന്ന് അറിയാൻ വേണ്ടിയിട്ട് സിസ് ഔട്ടിനകത്ത് ഇൻ ഫൈനലി എന്ന് കൊടുത്തു. ഓക്കെ, ഇനി നമുക്കിപ്പോൾ ഇതൊന്ന് റൺ ചെയ്ത് നോക്കാം.
അപ്പോൾ അതാ ഇത് റൺ ചെയ്തപ്പോൾ ഫൈനലി എക്സിക്യൂട്ട് ആയിട്ടുണ്ട്. പിന്നെ എക്സെപ്ഷൻ പ്രിന്റ് ആയി. java.lang.arithmetic exception division by 0. എവിടെയാണ് എക്സെപ്ഷൻ ഒക്കർ ചെയ്തത്? ലൈൻ നമ്പർ 9 ഈ a/b ഇവിടെയാണ് എക്സെപ്ഷൻ ഒക്കർ ആയിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഫൈനലി ബ്ലോക്ക് എന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പം നമുക്ക് ഒരു എക്സെപ്ഷൻ ഒക്കർ ചെയ്താലും ഇല്ലെങ്കിലും എന്തെങ്കിലും കാര്യങ്ങൾ മാൻഡേറ്ററി ആയിട്ട് എക്സിക്യൂട്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ അത് നമുക്ക് ഫൈനലി ബ്ലോക്കിൽ കൊടുക്കാം. ഇപ്പോൾ ഈ കേസിൽ എന്താണ്, ഇവിടെ ഒരു എക്സെപ്ഷൻ ഒക്കർ ചെയ്തു. അപ്പോൾ ട്രൈക്കകത്ത് നമുക്കൊരു എക്സെപ്ഷൻ ഒക്കർ ചെയ്ത് കഴിഞ്ഞാൽ അതിന് ശേഷം എന്തുണ്ടെങ്കിലും, എന്ത് സ്റ്റേറ്റ്മെൻറ്റ്സോ എന്ത് ഫംഗ്ഷൻസോ ഉണ്ടെങ്കിലോ അതൊന്നും എക്സിക്യൂട്ട് ആവത്തില്ല. ആ എക്സെപ്ഷൻ വരുന്നിടം വെച്ച് അത് ട്രൈ ബ്ലോക്കിന് വെളിയിൽ വരും. എന്നിട്ട് ക്യാച്ച് ഉണ്ടെങ്കിൽ എക്സെപ്ഷൻ അത് ഹാൻഡിൽ ചെയ്യും. ഇല്ലെങ്കിൽ നേരെ അത് ഫൈനലി ബ്ലോക്കിൽ വന്നിട്ട് ഫൈനലിയിൽ എന്താണോ ഉള്ളത് അത് പ്രിന്റ് ആവും. മനസ്സിലായോ? ട്രയൽ എക്സെപ്ഷൻ ഒക്കർ ചെയ്താലും ഇല്ലെങ്കിലും ഫൈനലി ബ്ലോക്ക് എക്സിക്യൂട്ട് ആവും. അപ്പോൾ ഇപ്പോൾ എക്സെപ്ഷൻ ഒക്കർ ചെയ്തുകൊണ്ട് ഇതിന് ശേഷമുള്ള സ്റ്റേറ്റ്മെന്റ്സ് ഒന്നും എക്സിക്യൂട്ട് ആവത്തില്ല. ഇപ്പോൾ എക്സാമ്പിൾ പറഞ്ഞു കഴിഞ്ഞാൽ, ഇപ്പം നിങ്ങൾ വേറെ എന്തെങ്കിലും ഇവിടെ എക്സിക്യൂട്ട് ചെയ്യാൻ കൊടുക്കുകയാണെന്ന് വിചാരിക്കുക. ഇപ്പോൾ റിമൈനിങ് എന്ന് കൊടുത്തു എന്ന് വിചാരിക്കുക. റിമൈനിങ് ആക്ടിവിറ്റീസ് എന്ന് കൊടുത്തു, എന്തെങ്കിലും ഇവിടെ പ്രിന്റ് ചെയ്യാൻ കൊടുത്തു. ഓക്കെ, ഇപ്പോൾ ഇത് എക്സിക്യൂട്ട് ആവുന്നുണ്ടോ എന്ന് നോക്കാം. ഇപ്പോൾ ഇത് റൺ ചെയ്യുമ്പോഴും നമുക്ക് പഴയ ഔട്ട്പുട്ട് തന്നെ വരും. അതായത് ആദ്യം ഇൻഫൈനലി എന്ന് വന്നു, രണ്ടാമത് അതേ എക്സെപ്ഷൻ എവിടെയാണ്? ലൈൻ നമ്പർ 9. അപ്പോൾ ഇതാണ് ഇതിൻ്റെ ഒരു കുഴപ്പം. അതായത് ഇപ്പം നമുക്ക് ഈ എവിടെയെങ്കിലും എക്സെപ്ഷൻ ഒക്കർ ചെയ്യുമ്പോൾ അവിടെ വെച്ചിട്ട് ഈ ട്രൈ ബ്ലോക്കിൽ നിന്ന് പുറത്ത് വരുന്നത് കൊണ്ട് ഇതിന് ശേഷം എന്ത് സ്റ്റേറ്റ്മെന്റ് ഉണ്ടോ അത് എക്സിക്യൂട്ട് ആവത്തില്ല. അപ്പം നമ്മൾ ഫൈനലി ഇതിന് വേണ്ടിയിട്ടാണ് യൂസ് ചെയ്യുന്നത്. അതായത് ക്ലീനപ്പ് കോഡ് എഴുതാൻ വേണ്ടിയിട്ട് നമ്മൾ എന്തെങ്കിലും റിസോഴ്സ് ക്ലോസ് ചെയ്യാൻ വിട്ടുപോയിട്ടുണ്ടെങ്കിൽ ക്ലോസ് ചെയ്യാൻ. ഇപ്പോൾ എക്സാമ്പിൾ പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ ഇതിനകത്തൊരു ഫയൽ റീഡ് ചെയ്യുന്ന ഫംഗ്ഷനാണ് എഴുതിയെന്ന് വിചാരിക്കുക. അപ്പോൾ ആ ഫയൽ നോട്ട് ഫൗണ്ട് എക്സെപ്ഷൻ ഒക്കർ ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ അതിന് ശേഷമുള്ളതൊന്നും എക്സിക്യൂട്ട് ആവത്തില്ലല്ലോ. അപ്പോൾ എന്ത് പറ്റും? നമ്മൾ ആ ഫയൽ ക്ലോസ് ചെയ്തിട്ടില്ല. അപ്പോൾ ഇതിന് ശേഷം നമ്മൾ ഈ ട്രൈ ബ്ലോക്കിൽ തന്നെ കൊടുത്താൽ ആ എക്സെപ്ഷൻ വന്നിടം വെച്ച് അത് ബ്രേക്ക് ആയതുകൊണ്ട് അത് എക്സിക്യൂട്ട് ആവത്തില്ല. പക്ഷെ നമ്മൾ ഫൈനലി കൊടുത്തു കഴിഞ്ഞാൽ ആ ഫയൽ ക്ലോസ് ആവും. ഓക്കെ, അതുപോലെ ഇപ്പോൾ ഡേറ്റാബേസ് കണക്ഷൻ ക്ലോസ് ചെയ്യണമെങ്കിൽ, അതുപോലെ മെമ്മറി റിലീസ് കോഡ് എഴുതണമെങ്കിൽ, അങ്ങനെ ക്ലീനപ്പ് കോഡ് എന്തുണ്ടെങ്കിലും നമുക്ക് ഈ ഫൈനലി ബ്ലോക്കിൽ കൊടുക്കാവുന്നതാണ്. പിടികിട്ടിയല്ലോ? ഇനി രണ്ടാമത്തെ കേസ്, ഇപ്പം നമ്മൾ ട്രൈ ബ്ലോക്കിൻ്റെ കൂടെ എങ്ങനെയാണ് ഫൈനലി എഴുതുന്നതെന്ന് പറഞ്ഞു. ഇനി ട്രൈ ക്യാച്ച് ബ്ലോക്കിൻ്റെ കൂടെ എങ്ങനെയാണ് എഴുതുന്നതെന്ന് നോക്കാം. ഇപ്പോൾ ഓൾറെഡി ഞാൻ ഇതേ ഫംഗ്ഷൻ തന്നെ ഇപ്പോൾ ഇവിടെ ഒരു എക്സെപ്ഷൻ ഒക്കർ ചെയ്തല്ലോ. അപ്പം ഞാനിവിടെ ഒരു ക്യാച്ച് ബ്ലോക്ക് കൊടുക്കുകയാണെന്ന് വിചാരിക്കുക. അപ്പോൾ എന്താണ്? ക്യാച്ച് എക്സെപ്ഷൻ എന്ന് കൊടുക്കുക. എന്നിട്ട് ഇപ്പം ഞാൻ അവിടെ എക്സെപ്ഷൻ പ്രിന്റ് ചെയ്യുന്നില്ല. ഇപ്പം നിങ്ങൾക്ക് എക്സെപ്ഷൻ എന്താണെന്ന് കാണണമെന്നുണ്ടെങ്കിൽ അവിടെ പ്രിന്റ് ചെയ്താൽ ഇപ്പം എക്സെപ്ഷൻ എന്താണെന്ന് നമുക്ക് കാണാൻ പറ്റും. അപ്പം ഞാനത് പ്രിന്റ് ചെയ്യുന്നില്ല, അല്ലാതെ റൺ ചെയ്യാണ്. അപ്പോൾ അതാ നമുക്ക് ഔട്ട്പുട്ട് പഴയ പോലെ തന്നെ ഫൈനലി എന്ന് വന്നു. പക്ഷേ നമുക്ക് നേരത്തെ കണ്ടതുപോലെ ഇപ്പോൾ ആ എക്സെപ്ഷനെ ഹാൻഡിൽ ചെയ്തുകൊണ്ട് ആ റെഡ് ലൈനിൽ എന്തൊക്കെയാണ് എക്സെപ്ഷൻ എന്നുള്ളത് അങ്ങനെ വരത്തില്ല. പിടികിട്ടിയല്ലോ? അതാണ് ക്യാച്ച് ബ്ലോക്ക് കൊടുത്താലുള്ള ഗുണം. അപ്പം നിങ്ങൾക്ക് എക്സെപ്ഷൻ്റെ ഡീറ്റെയിൽസ് കാണണമെന്നുണ്ടെങ്കിൽ e.print stack trace ഇവിടെ പ്രിന്റ് കൊടുത്താൽ മതി, അത് കിട്ടിക്കോളും. മനസ്സിലായല്ലോ? ഇനി ഫൈനലൈസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ അത് ഒബ്ജക്ട്സിൻ്റെ കൂടെയാണ് യൂസ് ചെയ്യുന്നത്. ഫൈനലൈസിൻ്റെ സിൻടാക്സ് ആണ് പ്രൊട്ടക്റ്റഡ് വോയിഡ് ഫൈനലൈസ് ത്രോസ് ത്രോബിൾ. അതാണ് അതിൻ്റെ സിൻടാക്സ്. നമുക്ക് ആ ഫൈനലൈസ് മെത്തേഡിനെ ഓവർറൈഡ് ചെയ്യാൻ പറ്റും. ഓക്കെ, അപ്പോൾ ഫൈനലൈസിനെ കുറിച്ചുള്ള ഒരു വീഡിയോ ഞാൻ ഡീറ്റെയിൽ ആയിട്ട് നെക്സ്റ്റ് ട്യൂട്ടോറിയൽ ചെയ്യുന്നുണ്ട്. അതിനകത്ത് ഇതെല്ലാം ഡീറ്റെയിൽ ആയിട്ട് പറയാം. ഇപ്പം നിങ്ങൾ ഇത്രയും മനസ്സിലാക്കി വെച്ചിരിക്കുക, ഇത് ഒബ്ജക്ട്സിൻ്റെ കൂടെയാണ് യൂസ് ചെയ്യുന്നത്. ഓക്കെ, ഈ ഫൈനലൈസിനെ നമുക്ക് ഡയറക്റ്റ്ലി ഓവർറൈഡ് ചെയ്യാനും പറ്റും. ഇനി മൂന്നാമത്തത്, ഇത് ഞാൻ നേരത്തെ പറഞ്ഞത് തന്നെയാണ്. ഫൈനൽ വേരിയബിൾ ആണെങ്കിൽ അതിനെ മോഡിഫൈ ചെയ്യാൻ പറ്റില്ല. ഫൈനൽ മെത്തേഡിനെ നമുക്ക് ഓവർറൈഡ് ചെയ്യാൻ പറ്റില്ല. അതുപോലെ ഇപ്പോൾ ഒരു ക്ലാസ് ഫൈനൽ ആണെങ്കിൽ അതിനെ ഇൻഹെർട്ട് ചെയ്യാനും പറ്റില്ല. എൻ്റെ എക്സാമ്പിളാണ് ഞാൻ നേരത്തെ കാണിച്ചത്. പിന്നെ ഫൈനലി ബ്ലോക്ക് ഇപ്പോൾ എക്സെപ്ഷൻ ഒക്കർ ചെയ്താലും ഇല്ലെങ്കിലും ഫൈനലി ബ്ലോക്ക് എക്സിക്യൂട്ട് ആവും. ഇപ്പോൾ ഇവിടെ ഒരു എക്സെപ്ഷൻ ഇല്ലയെന്ന് വിചാരിക്കുക. അപ്പോൾ ഞാൻ ഈ 0 മാറ്റി ഇവിടെ 2 കൊടുക്കുകയാണ്. അപ്പോൾ എന്താണ്, ഇവിടെ എക്സെപ്ഷൻ ഒന്നും വരില്ലല്ലോ. എക്സെപ്ഷൻ വരാത്ത കണ്ടീഷൻ ആണെങ്കിലും ഫൈനലി ബ്ലോക്ക് എക്സിക്യൂട്ട് ആവും. ഇവിടെ ഇപ്പോൾ 5 എന്ന് വന്നു, റിമൈനിങ് ആക്ടിവിറ്റീസ് വന്നു, ഫൈനലി വന്നു. ഓക്കെ, അടുത്ത ഫൈനലൈസ് എന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ഒബ്ജക്റ്റ് ഡിസ്ട്രോയ് ആവുന്നതിന് മുന്നേ ഉള്ള ക്ലീനിങ് ആക്ടിവിറ്റീസ്. അതായത് ഇപ്പോൾ ഫൈനലി പോലെ തന്നെ ക്ലീനപ്പ് കോഡ് എഴുതാൻ വേണ്ടിയിട്ടാണ് ഫൈനലൈസ്. ഓക്കെ, അതായത് ഇത് ഗാർബേജ് കളക്ഷന് തൊട്ട് മുന്നേ ആണ് എക്സിക്യൂട്ട് ആവുന്നത്. ഇപ്പോൾ ഒരു ഒബ്ജക്റ്റ് ഡിലീറ്റ് ആവാൻ പോകുന്നു. അങ്ങനെ വരുമ്പോൾ ആ ഒബ്ജക്റ്റ് റിലേറ്റഡ് റിസോഴ്സ് എന്തെങ്കിലും ഓപ്പൺ ആണെന്നുണ്ടെങ്കിൽ ആ റിസോഴ്സ് ക്ലോസ് ചെയ്യാനുള്ള കോഡ്, അതാണ് നമ്മൾ ഫൈനലൈസിൽ എഴുതുന്നത്, ക്ലീനപ്പ് കോഡ്. പിടികിട്ടിയല്ലോ? അപ്പോൾ ഇത്രയാണ് മെയിനായിട്ടുള്ള ഡിഫറൻസ്. ഫൈനലൈസിൻ്റെ ഡിഫറൻസും കാര്യങ്ങളും എല്ലാം മനസ്സിലായെന്ന് വിചാരിക്കുന്നു. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്താൽ മതി. താങ്ക് യു.